കുറ്റത്തിന് നിരന്തരം വേട്ടയാടപ്പെട്ട നല്ല പ്രായത്തിൽ ജയിലുകളിൽ നിന്നും ജയിലുകളിലേക്ക് ജീവിതം പറിച്ചു നടേണ്ടി വന്ന ഒരു മലയാളി നീതി തേടി അലയുന്നു. അമൃത ന്യൂസിന്റെ അബുദാബി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുറ്റങ്ങൾക്ക് കഴിഞ്ഞ 8 വർഷമായി UAE-യിലെ വിവിധ ജയിലുകളിൽ കഴിയേണ്ടി വന്ന 57-കാരനായ കാസർഗോഡ് പടന്ന മാവില കടപ്പുറം പറമ്പത്ത് വീട്ടിൽ ഖാൻ ഹസൻ കുഞ്ഞു മുഹമ്മദിന് ഇപ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ: തന്റെ നിരപരാധിത്വം എങ്ങനെയെങ്കിലും തെളിയിക്കണം. 2004 ഫെബ്രുവരി 12-ന് തന്റെ പിതാവ് മരണപ്പെട്ട വിവരമറിഞ്ഞ് കമ്പനിയിൽ നിന്നും പാസ്പോർട്ട് വാങ്ങി ദുബായ് എയർപോർട്ടിലേക്ക് പോകും വഴി ഹസൻ കുഞ്ഞിന്റെ പാസ്പോർട്ട് ടാക്സിയിൽ വെച്ച് നഷ്ടപ്പെട്ടു. പിതാവിന്റെ മരണാനന്തര ക്രിയകളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനായില്ല. പാസ്പോർട്ട് നഷ്ടപ്പെട്ട വിവരം പോലീസിൽ അറിയിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിന് ശേഷം ലഭിച്ച പുതിയ പാസ്പോർട്ടിൽ പിന്നീട് നാട്ടിൽ പോയി. ഹസൻ കുഞ്ഞിന്റെ കളഞ്ഞുപോയ പാസ്പോർട്ട് ഉപയോഗിച്ച് ആരോ ബാങ്കിൽ അക്കൗണ്ട് തുറക്കുകയും അവിടെ നിന്ന് കിട്ടിയ ചെക്ക് ബുക്ക് ഉപയോഗിച്ച് ഹസൻ കുഞ്ഞിന്റെ പേരിൽ ഇടപാട് നടത്തുകയും ചെയ്തിരിക്കുന്നു. ആ ചെക്ക് ബുക്കിലെ മറ്റു ലീഫുകൾ ഉപയോഗിച്ച് പണമിടപാട് നടത്തിയതിന്റെ പേരിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും 22 ലക്ഷം ദിർഹത്തിന്റെ കേസുകൾ ദുബായിലെ 8 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നൊന്നായി പിറവിയെടുക്കാൻ തുടങ്ങി. 22 ചെക്കോളം നീ വാണ്ടഡ് ആണ് ഓൾ UAE-യിൽ. അതായത് മീൻസ് ദുബായ് 8 പോലീസ് സ്റ്റേഷനിൽ, അലൈൻ, അബുദാബി, ഷാർജ ഇവിടെയൊക്കെ കേസ് എടുക്കാന്ന്, നിന്നെ പുറത്തു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിട്ടു. ദുബായിൽ മാത്രം 1.25 വർഷത്തോളം അകത്തിട്ടു. ഇതിന്റെ പേരിൽ ദുബായ്, അലൈൻ, അബുദാബി, അൽവത്ബ, ഖലീദിയ തുടങ്ങിയ 8 പോലീസ് സ്റ്റേഷനുകളിൽ 8 വർഷം ഹസൻ കുഞ്ഞിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. 2006-ൽ ഷാർജ ജയിലിൽ കഴിയവേ നാട്ടിൽ മകളുടെ കല്യാണം നടന്നു. 3 വർഷത്തിനു ശേഷം മകളുടെ ഭർത്താവ് അസുഖം ബാധിച്ച് മരണപ്പെട്ടപ്പോഴും ഹസൻ കുഞ്ഞിന് നാട്ടിൽ പോകാൻ സാധിച്ചില്ല. ഇത് ഇദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും തളർത്തി. നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനും നാട്ടിലേക്ക് പോകാനുമായി 2013-ൽ UAE സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ ഔട്ട് പാസും ടിക്കറ്റുമായി ചെന്നപ്പോൾ വീണ്ടും അബുദാബിയിൽ കേസെന്ന് പറഞ്ഞ് പോലീസിന് കൈമാറി. 5 ദിവസത്തിന് ശേഷം ക്ലിയറൻസ് നൽകി വിട്ടയച്ചു. തുടർന്ന് മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ യാത്രാ നിരോധനം എന്ന പേരിൽ 2 മാസത്തോളം വീണ്ടും ജയിലിൽ കഴിയേണ്ടി വന്നു. ലാസ്റ്റ് തേഴ്സ്ഡേ വരെ, വ്യാഴാഴ്ച വരെ കാണാത്ത ഒരു ഓഫീസേഴ്സും ഇല്ല, ഒരു കോർട്ടിലും ഒരു ഓഫീസിലും ഒരു കൗണ്ടറും ബാക്കിയില്ല. അപ്പൊ അവരടുത്ത് പോയാൽ അവര് പറയുന്നത് ഞങ്ങൾക്ക് എന്താ എനിക്ക് കേസ്, നീ ഇങ്ങോട്ട് ചോദിക്കാം. നിരപരാധിത്വം തെളിയിച്ച് സ്വന്തം പാസ്പോർട്ടിൽ നാട്ടിൽ പോകാൻ ഇനി മുട്ടാത്ത വാതിലുകളില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ സർവശക്തനായ ദൈവത്തിൽ നീതി തേടി പ്രാർത്ഥിക്കുകയാണ് ഗുരുതരമായ രോഗങ്ങൾ പിടികൂടി കഴിഞ്ഞ ഈ പ്രവാസി. അമൃത ന്യൂസ്, അബുദാബി.